മലപ്പുറത്ത് വീണ്ടും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ്. ഇടവണ്ണയിലും വണ്ടൂരിലുമാണ് ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. ഇടവണ്ണയിൽ കർഷക കോൺഗ്രസിന്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ്. VDS നയിക്കും കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡാണ് വണ്ടൂരിൽ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തവനൂർ മണ്ഡലത്തിലും സതീശൻ അനുകൂല ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജംഷീർ, എവിടേക്കാണ് ഇപ്പോൾ ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് ഫ്ലെക്സിലെ കണ്ടന്റ്? ആരാണ് ഫ്ലെക്സ് വെച്ചത് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമുണ്ടോ? എന്തൊക്കെയാണ് ഫ്ലെക്സിലെ കാര്യങ്ങൾ? തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിൽ ഈയിടെയായി വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ അവിടെയൊന്നും തന്നെ പ്രത്യേകമായി ഒരു ആരാണ് സ്ഥാപിച്ചത് എന്ന് സംബന്ധിച്ച ഒരു കൃത്യത ഇല്ലായിരുന്നു. ചില കൂട്ടായ്മകൾ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ആയിരുന്നു പലയിടങ്ങളിലും സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇടവണ്ണയിൽ സ്ഥാപിച്ചത് കൃത്യമായി അതിന് താഴെ കർഷക കോൺഗ്രസ് ഇടവണ്ണ എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശന് അഭിവാദ്യങ്ങൾ എന്ന ബോർഡ് തന്നെയാണ്. പട നയിച്ചവൻ തന്നെ നാട് ഭരിക്കട്ടെ എന്നും ആ ഫ്ലക്സ് ബോർഡിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഇതിനകത്ത് കർഷക കോൺഗ്രസ് ആണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാം. മറ്റു ചിലയിടങ്ങളിൽ പേരില്ലാത്ത രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ വന്നത്. ഇന്ന് രാവിലെ തന്നെ വണ്ടൂരിലും സമാനമായ രീതിയിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. വണ്ടൂരിലെ വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. വണ്ടൂർ ബൈപ്പാസ് റോഡിലും അതോടൊപ്പം തന്നെ പൂക്കുളത്തും രാവിലെ ഈ ഫ്ലക്സ് ബോർഡ് ഉണ്ടായിരുന്നു, ഉച്ചവരെ ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടൂരിലെ ബൈപ്പാസ് റോഡിലെ ഫ്ലക്സ് ബോർഡ് ഉച്ചയോടുകൂടി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും തവനൂരിലും വണ്ടൂരിലും ഒക്കെയായി ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ V.D. സതീശനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇപ്പോൾ ഇടവണ്ണയിലേത് അവരുടെ പേര് വെച്ചുകൊണ്ട് തന്നെ കർഷക കോൺഗ്രസ് ഇടവണ്ണ എന്ന് കൃത്യമായി പേര് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ V.D. സതീശന്റെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. ശരി, ജംഷീറാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.